ഞങ്ങളാരും പാറ്റകളായി മാറിയതല്ല, ഞങ്ങളെ പാറ്റകളാക്കിയതാണ്. ഇങ്ങനെയെങ്കിലും ശബ്ദമുയർത്താൻ ഇവർക്ക് ധൈര്യമുണ്ടായല്ലോ ഇന്ത്യയിലെ യുവാക്കൾക്ക്. അവർ മിണ്ടാതിരുന്നതാണ് ഇത്രയും കാലം. അവർ ഇനി എന്നും മിണ്ടാതിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ അവർക്ക് ശബ്ദമുണ്ടെന്നും ആ ശബ്ദം ഉയർത്തേണ്ടുന്ന സമയത്ത് അവർ ഉയർത്തുമെന്നും ഈ ഒരു പ്രതിഷേധത്തിലൂടെ, ഈ ഒരു മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളും ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ രാജ്യം ഇതുപോലെ പ്രതികരിക്കാനും ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ഈ രാജ്യം അടിത്തറയിട്ടിരിക്കുന്ന ജനാധിപത്യം എന്നുള്ള കാര്യമുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ചിലപ്പോൾ നാളെ കൊല്ലപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപും ഞങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരണം. ഞങ്ങളുടെ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം. ഇത് ജെൻസി തുടങ്ങി വെച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനൊന്നും ജെൻസിയിലുള്ള ഒരാളല്ല. പക്ഷേ ഇതിനകത്ത് പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും കോർഡിനേഷനോടെ ഇത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പാറ്റകളെ തല വെട്ടിക്കളഞ്ഞാലും ഏതാണ്ട് 7 ദിവസത്തോളം ജീവനുണ്ടാവും. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് വേണമെങ്കിൽ ഒരു ഭീഷണിയായിട്ടെടുത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആശയമായിട്ടെടുത്തോ, ഒരു പ്രതിഷേധമായിട്ടെടുത്തോ. ഈ BJP എല്ലാ കാലത്തും അവരുടെ ഒരു പ്രൗഡായിട്ട് വെച്ചിരുന്നൊരു കാര്യം ഇവിടുത്തെ ഭൂരിപക്ഷം ഞങ്ങളോടൊപ്പമുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ പൊതുസമക്ഷത്തിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങളോടൊപ്പം ഈ ഒരു ആശയം അവർക്കുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്തത് അല്ലെങ്കിൽ ഡീത്രോൺ ചെയ്തത് അവരുടെ ഈ ഒരു തോട്ടിലാണ്. ആ പ്രതിഷേധം ഉയർത്തുന്നത് ഒരു പാർട്ടിക്കെതിരെയല്ല, അത് ഏത് പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ് ആയാലും അവർക്കെതിരെ ഉയർത്താനായിട്ടുള്ള ശബ്ദമായിട്ട് ഞങ്ങൾ മാറാനാണ് തയ്യാറെടുക്കുന്നത്. സർക്കാരിനെതിരെ വിമർശിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറയുന്ന ഒരു നടപടി ശരിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ആ സമൂഹം BJPയുടെ ഭക്തരായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന അന്ധഭക്തരായിട്ടുള്ള ആൾക്കാരാണ്. സ്ത്രീകൾക്ക് 50% സംവരണം കൊടുക്കണമെന്ന് പറയുന്നത് രാജ്യദ്രോഹമാണോ? ഇവിടെയുള്ള കറപ്റ്റായിട്ടുള്ള ജഡ്ജിമാർ അല്ലെങ്കിൽ കറപ്റ്റായിട്ടുള്ള ലീഡേഴ്സിന് ഒരു 20 വർഷം എങ്കിലും അവർക്ക് മറ്റ് പ്രവർത്തനങ്ങളിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണോ? ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങളുടെ ചോദ്യങ്ങൾ അവർ കേൾക്കും, അതിന് ഉത്തരങ്ങൾ ലഭിക്കും. കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. സ്പൂക്കി CM എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് മീറ്റിൽ നിന്നാണ്. ആ ചിരിക്ക് പിന്നിൽ എന്തോ ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് VD സതീശൻ ചിരിച്ചാലും ശരി, പിണറായി വിജയൻ ചിരിച്ചാലും ശരി, മോദി ചിരിച്ചാലും ശരി. സെറ്റർ ആയിട്ട് തുടങ്ങി പിന്നെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റായി മാറിയിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ആൻഡ് അതിനെക്കുറിച്ച് ഇപ്പോൾ വളരെയധികം ഒരു മീം ട്രെൻഡായിരുന്നു. ഇപ്പോൾ അത് ഭയങ്കരമായിട്ടും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു. രാജ്യത്ത് തന്നെ ഒരു വലിയൊരു വിപ്ലവം തന്നെ, ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കൊപ്പം CGP മെമ്പറും അതുപോലെ കോണ്ടന്റ് ക്രിയേറ്ററുമായ നിതിൻ നോബൽ ചേരുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റ വിപ്ലവം ഭയങ്കര ട്രെൻഡിങ് ആയി മാറിയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും. ആ ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ ശരിക്കും മാറി. ഒരു സെറ്ററായിട്ട് ഒരു മീം ട്രെൻഡായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആൻഡ് ഇപ്പോൾ അതിൻ്റെ ഒരു രീതിയൊക്കെ മാറി ഭയങ്കരമായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ BJP പ്രവർത്തകർ, BJP നേതാക്കളൊക്കെ പാർട്ടിയൊക്കെ തല്ലിക്കൊന്ന് അത്രയും അതിനെതിരെ പ്രതിഷേധം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു CJP കോക്രോച്ച് ജനതാ പാർട്ടി അത് എന്താണ് ശരിക്കും ഒരു CJP? അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ ഞങ്ങളാരും പാറ്റകളായി മാറിയതല്ല, ഞങ്ങളെ പാറ്റകളാക്കിയതാണ്. ഇവിടെ ആരും പാറ്റകളായിട്ട് ജനിച്ചവരല്ല, ഈ സമൂഹം ഞങ്ങളെ പാറ്റകളാക്കിയതാണ്. അപ്പോൾ ഇവിടുത്തെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇന്ത്യൻ യൂത്തിനെ വളരെ പരിഹാസ്യമായിട്ടുള്ള രീതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് കളിയാക്കുകയുണ്ടായി. അതേ തുടർന്ന് ഈ പറഞ്ഞതുപോലെ സർക്കാസ്റ്റിക്കലി തുടങ്ങിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആണെങ്കിലും ഇന്നത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാനായിട്ട് ഇന്ത്യയിലെ ഒരു വലിയ സമൂഹം യുവാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ അത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളിലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾ ഒക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്കൊരു വേദി കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഇന്ന് വളരെ സന്തുഷ്ടരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ശരിക്കും നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അതിലാണ് യുവാക്കളെ കൂടുതലും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതിനെതിരെയാണ്, അത് ട്രിഗർ ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു യുവാക്കളുടെ ഒരു വിപ്ലവം വന്നതെന്ന് പറയാം. പക്ഷേ ശരിക്കും അതിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യണത്, ആ ഒരു ട്രിഗർ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ശരിക്കും ആ ഒരു പരാമർശത്തിൽ കൂടി മാത്രമാണോ? ആക്ച്വലി ഈ നമ്മുടെ രാജ്യത്തെ യുവാക്കൾ അനുഭവിക്കുന്ന
ഈ തൊഴിലില്ലായ്മയും അവർക്ക് നേരെയുള്ള അവഗണന, അസഹിഷ്ണുത, അവർ കുറേ വർഷങ്ങളായിട്ട് അവർ എന്താ പറയുക കൊണ്ട് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾക്ക് നേരിട്ട് അതിലൂടെയൊക്കെ ആ ഒരു സംഭവം തന്നെ ഇതിനെ ട്രിഗർ ചെയ്തതായിട്ട് തോന്നണല്ലേ? തീർച്ചയായിട്ടും ഇത് പെട്ടെന്നുണ്ടായി വന്ന ഒരു വിപ്ലവമൊന്നുമല്ല. ഇത് ഒരുപാട് കാലമായിട്ട് പലരും ഉള്ളിലടക്കിയിരുന്ന ഒരു കാര്യം അവർക്ക് പ്രകടിപ്പിക്കാൻ പെട്ടെന്നൊരു വേദി കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്ന ഒരു 20 മില്യണിലേറെയുള്ള ഫോളോവേഴ്സിൻ്റെ ഒരു വളർച്ചയും. ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ഒരു എന്താ പറയുക രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഈ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അവർക്കൊക്കെ അവരെക്കാളും വ്യൂസും ഫോളോവേഴ്സും ഒക്കെയാണ് ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് നേടിയത്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മറ്റു പലരും ചോദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ ഇരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലാണ്. ഇന്ന് ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങൾ പലതും, ഞാൻ ഉദ്ദേശിക്കുന്നത് നാഷണൽ മീഡിയ ലെവലിലുള്ള പലരും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് അനുഭാവം പകരുന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ അവരിൽ നിന്നും അതല്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യയിലെ യുവത ഞങ്ങൾ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും അവർ ചോദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതായപ്പോൾ ഞങ്ങൾ ആ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അത് ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് അല്ലെങ്കിൽ പാർട്ടികളായി ഞങ്ങൾ മാറിയതിന് ശേഷമല്ല, ഞങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കാരണം ആ ചോദ്യങ്ങൾക്കൊരു കോർഡിനേഷൻ ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് സംഭവിച്ചു. അപ്പോൾ ഓൾറെഡി അതിൽ ഒരുപാട് പരാമർശങ്ങൾ അതിൽ വരുന്നുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പം VD സതീശൻ പ്രധാനമന്ത്രിയെ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ED റെയ്ഡ് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക വ്യാഖ്യാനങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കലഹവും മാത്രമാണ് കൂടുതലും സംഭവിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു യഥാർത്ഥ പ്രശ്നം, യുവാക്കളുടെ ഒരു യഥാർത്ഥ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ആരും പറ്റുന്നില്ല, സംഭവിക്കുന്നില്ല എന്നുള്ള തോന്നലിലാണ് ഒരു പുതിയ മൂവ്മെന്റ്. ഇപ്പോൾ വിജയുടെ TVK വന്നു, അപ്പോൾ അതിലേക്ക് ഒരുപാട് പേര്, കൂടുതലും ജെൻസി കിഡ്സ് ആണ് അതിൽ അട്രാക്റ്റ് ആയത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു സംഭവം കൂടിയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ധാരണ കൊണ്ടാണോ പുതിയ മൂവ്മെന്റിലേക്ക് ഒരു പെട്ടെന്ന് ഇത്രയും ഒരു ആകർഷണം ഉണ്ടാവുന്നത്? ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് നിങ്ങൾ ഏത് പാർട്ടി അനുഭാവിയാണെന്ന്. ഞങ്ങൾ ഒരു പാർട്ടിയിലും അനുഭാവികളാണെന്ന് മാത്രമല്ല ഞങ്ങൾ ഈ പലരും ചെയ്യുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും രണ്ടാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ആ പ്രതിഷേധം ഉയർത്തുന്നത് ഒരു പാർട്ടിക്കെതിരെയല്ല, അത് ഏത് പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ് ആയാലും അവർക്കെതിരെ ഉയർത്താനായിട്ടുള്ള ശബ്ദമായിട്ട് ഞങ്ങൾ മാറാനാണ് തയ്യാറെടുക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു ആൾക്കാർക്കൊരു ഹോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ യുവാക്കൾക്ക് അങ്ങനത്തെ ഒരു ഹോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അതിലേക്ക് ചേരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് TVK ആയിക്കോട്ടെ, CJP ആയിക്കോട്ടെ, ഇങ്ങനെ എന്ത് തന്നെ ആയാലും. അത് ഞങ്ങളെ അവർ കളിയാക്കാനായിട്ട് പല രീതിയിൽ പല പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെയെങ്കിലും ശബ്ദം ഉയർത്താൻ ഇവർക്ക് ധൈര്യമുണ്ടായല്ലോ ഇന്ത്യയിലെ യുവാക്കൾക്ക്. അവർ മിണ്ടാതിരുന്നതാണ് ഇത്രയും കാലം, അവർ ഇനി എന്നും മിണ്ടാതിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ അവർക്ക് ശബ്ദമുണ്ടെന്നും ആ ശബ്ദം ഉയർത്തേണ്ടുന്ന സമയത്ത് അവർ ഉയർത്തുമെന്നും ഈ ഒരു പ്രതിഷേധത്തിലൂടെ, ഈ ഒരു മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ശരി, അപ്പോൾ ഈ മൂവ്മെൻറ്റും കാര്യങ്ങളും പ്രതിഷേധവും എല്ലാം ശരിയാണ്. പക്ഷേ ഈ അതിൻ്റെ ഒരു അവസാനം എന്തായിരിക്കും? അത് ഈ ഒരു ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുമോ, അതോ ജനാധിപത്യത്തിന് അനുകൂലമായിട്ട് അതിനെ കൂടെ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് മാറാൻ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസാനം? ഒന്നാമത്തെ കാര്യം ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ഭാരതത്തിൽ മാത്രമല്ല ആദ്യമായിട്ടൊരു സറ്റേറിക്കലായിട്ടുണ്ടായ മൂവ്മെൻറ്റ് പിന്നീട് ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളത്. കാനഡയിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, റൈനോസറസ് പാർട്ടി എന്നാണ് പറയുന്നത്. ഐസ്ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട് ബെസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ആദ്യത്തെ സംരംഭമൊന്നുമല്ല. പക്ഷെ പലയിടത്തും ഇത് പരാജയപ്പെട്ടു പോയത് ഈ പറഞ്ഞതുപോലെ അതിന് മുമ്പോട്ടുള്ള ഭാവി എന്താകും എന്നുള്ളത് അറിയാതെ പോകുമ്പോഴാണ്. ഞങ്ങൾ ഒരിക്കലും ഇത് അങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും CJP എന്ന പാർട്ടി സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തിറങ്ങി പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അത്തരത്തിൽ വളരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരു പെട്ടെന്ന് എടുത്തു ചാടാൻ പറ്റുന്ന ഒരു കടമ്പയല്ല. അതിന് വ്യക്തമായിട്ടുള്ളൊരു നേതൃത്വം ഉണ്ടാവണം. അത് കൃത്യമായിട്ടൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ തന്നെ പോകണമെന്ന് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഭാരതത്തിലെ എല്ലാ പാർട്ടികളും ഒരുപാട് ആളുകൾ ചേർന്നതിന് ശേഷമാണ് അത് സെൻട്രലൈസ്ഡ് ആയി മാറിയത്.
അതുപോലെ ഞങ്ങളും ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് മാറുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ഹരിയാന ഒരു അഭിഭാഷകൻ പറഞ്ഞിരുന്നു ഒരു പാർട്ടിയായിട്ട് മാറണം എന്നുള്ളത് CJP. പക്ഷെ അതിന് ഇതിൻ്റെ ഒരു ഫൗണ്ടർ ടെക്നിക്കാലിറ്റീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ആരോപണങ്ങൾ പലതും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫൗണ്ടർ അഭിജിത്ത് ദീപ്ക അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ ഒരു പാർട്ടിയിൽ മാറുമ്പോൾ അതിനൊരു തിരിച്ചടി ആർക്കായിരിക്കും? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭരണപക്ഷത്തിനോടും പ്രതിപക്ഷത്തിനോടും ഒരു ആഭിമുഖ്യം കാണിക്കുന്നില്ല. പൊതുവേ എല്ലാവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു നിരാശയുടെ പുറത്തുണ്ടായതാണ് യുവാക്കളുടെ ഒരു പ്രക്ഷോഭം, ഒരു ഡിജിറ്റൽ വിപ്ലവം. അപ്പോൾ അത് ആർക്കായിരിക്കും ശരിക്കും തിരിച്ചടി ഉണ്ടാവുക ഒരു പാർട്ടിയായി മാറുകയാണ്? നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, TVK ആർക്കെതിരെയാണ് മത്സരിച്ചത്? അത് ഒരു പാർട്ടിക്കെതിരെ അല്ല അവർ മത്സരിച്ചത്, അവർ ഒരു ആശയത്തിനെതിരെയാണ്. ആ ആശയത്തിനകത്ത് അവിടെ ഭരണ പാർട്ടിയായിരുന്ന DMKയും ഉൾപ്പെടും, ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പാർട്ടിയായ BJPയും ഉൾപ്പെടും. ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ആശയമാണ്. ഈ ആശയം പ്രതിഷേധിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന ഒരു സംഘപരിവാറിൻ്റെ ആശയത്തിനെതിരെയാണ് പ്രധാനമായും. എന്നാൽ അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്, അതായത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ്റിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെയും അവർ പുറത്തേക്ക് വിടുന്ന ആശയങ്ങൾക്കെതിരെയുമാണ് ഞങ്ങളുടെ സമരം. അത് ഇന്ന പാർട്ടി എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഒരു കാലത്ത് ഞങ്ങൾ പറയുന്നില്ല. ആ ആശയങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. അഥവാ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടി പിന്തുണ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ആരെ കൂടെ നിൽക്കും? ഇപ്പോഴും ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി ഇവിടെ ഭരണത്തിലേക്ക് വന്ന് MP-മാർ MLA മാർ അങ്ങനെ ഒരു കാര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, എല്ലാവരും നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആശയങ്ങളെയാണ് ഞങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ടൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് മോർ ദാൻ എ പൊളിറ്റിക്കൽ പാർട്ടി, ഈ ഒരു പ്രൊട്ടസ്റ്റ്, ഈ ഒരു മൂവ്മെൻറ്റ് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ അത് ഭാവിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്യൂച്ചറാണ്. അതിനകത്ത് അലയൻസ് വരുമെന്നോ അല്ലെങ്കിൽ ആർക്കെതിരെ വരുമോ എന്നുള്ളത് അതൊക്കെ ഞങ്ങളുടെ ഫ്യൂച്ചറാണ്. പക്ഷേ നിലവിൽ ഇതൊരു മൂവ്മെൻ്റാണ്. ഈ മൂവ്മെൻറ്റ് മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ. ഒരു മൂവ്മെൻറ്റ് മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ എത്രമാത്രം അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ആശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവയ്ക്കുന്നു, ഒരു പേജ് തുടങ്ങി, അതിൽ കുറേ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കോക്രോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിപക്ഷം പേരും സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ എന്ത് നടക്കുന്നു, ആ ഒരു പേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ധാരാളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസാനം എന്തായിരിക്കും? ഇപ്പോൾ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയം ആ രീതിയിൽ തന്നെ നടപ്പാക്കാനായിട്ട് സാധിക്കും തോന്നുന്നുണ്ട്? ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ കൂടെ മാത്രം ഇങ്ങനെ നിങ്ങളുടെ ആശയങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് മാത്രം അത് സാധിച്ചെടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഒരു കാര്യം, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ BJP എല്ലാ കാലത്തും അവരുടെ ഒരു പ്രൗഡായിട്ട് വെച്ചിരുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഭൂരിപക്ഷം ഞങ്ങളോടൊപ്പമുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ പൊതുസമക്ഷത്തിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങളോടൊപ്പം ഈ ഒരു ആശയം അവർക്കുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്തത് അല്ലെങ്കിൽ ഡീത്രോൺ ചെയ്തത് അവരുടെ ഈ ഒരു തോട്ടിലാണ്. അവരിത്രയും പ്രകോപിതരാവാനുള്ള കാരണം പോലും അവരുടെ ഭൂരിപക്ഷം അതെവിടെ ആയിക്കോട്ടെ അതിനെ തകർക്കാനായിട്ട് ആരെങ്കിലും മുമ്പോട്ട് വരുമോ എന്നുള്ളൊരു ആശയത്തിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയ്ക്കെതിരെ അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ എക്സാമ്പിൾ. അവർ ഞങ്ങളുടെ എല്ലാവരുടെയും ഇതിനകത്ത് പ്രവർത്തിക്കുന്ന മേജർ ആൾക്കാരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇപ്പം ഞാൻ അവരുടെ പ്രതിനിധിയായിട്ട് മാത്രമേ ഇരിക്കുന്നതാണ്. എല്ലാവരെയും വ്യക്തിപരമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ റെഗുലറായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഈ അറ്റാക്ക് കാണുമ്പോൾ ഞങ്ങൾ സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച ആശയം അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പ്രതിഷേധം അത് സക്സസ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെയാണ്, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ കടക്കാം. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്ക ഇതിൻ്റെ ഫൗണ്ടർ, ആൾക്ക് എതിരെ ഒരുപാട് വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ രാജ്യദ്രോഹിയായിട്ടുള്ള ആ രീതിയിലൊക്കെ മുദ്രകുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഈ ഒരു CJPക്കെതിരെ നിൽക്കുന്നവർ ഈ ഒരു സംഭവം ഒരു പാകിസ്ഥാനി സ്പോൺസേഡ് മൂവ്മെൻ്റ് ആണെന്നും അതുപോലെ കൂടുതൽ ഫോളോവേഴ്സ് പാകിസ്ഥാനികളാണെന്നുള്ള രീതിയിൽ വിമർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ രാജ്യവിരുദ്ധതയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ദേശവിരുദ്ധതയാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ ആ ഒരു ധാരണ അത്തരം ഭീഷണികളൊക്കെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റ് മാത്രമാണല്ലോ. അപ്പോൾ അതിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിനപ്പുറത്തേക്ക് വന്നിട്ടില്ല, പരസ്യ പ്രതിഷേധങ്ങൾക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്തരം ഭീഷണികളെയൊക്കെ എങ്ങനെ മറികടക്കാൻ സാധിക്കുന്നതാണെന്ന് തോന്നുന്നത്?
ഈ ആരോപണം തെറ്റാണെന്നുള്ളത് പല രീതിയിൽ ഞങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വിശ്വസിക്കാതിരിക്കുന്ന, ഇപ്പോഴും അവർ പറയുന്ന ഈ നേരത്തെ പറഞ്ഞ ഞങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ആ സമൂഹം BJPയുടെ ഭക്തരായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന അന്ധഭക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാ കാലത്തും ഈ BJP എന്ന ഒരു പാർട്ടിയും സംഘപരിവാർ സംഘടനയും എല്ലാ കാലത്തും വിജയിച്ചിരുന്ന അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് BJP എന്നാൽ ഹിന്ദുക്കൾ, അല്ലെങ്കിൽ BJP എന്നാൽ ഇന്ത്യ. ഈ ഒരു ആശയം. ഞങ്ങൾ ഒരിക്കലും രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു മതത്തിനെതിരെയോ അല്ല നിൽക്കുന്നത്. ഞങ്ങൾ ഈ BJPക്കെതിരെയും സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്കെതിരെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും അവർ എടുക്കുന്ന ഈ പ്രതിരോധം എന്ന് പറയുന്നത് ഇവരെല്ലാവരും നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ ഇന്ത്യക്കെതിരെയാണ് എന്നുള്ളൊരു തോട്ടിലാണ്. ഇതിനെതിരെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫൗണ്ടറിനെതിരെ മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഓരോ കൊച്ചു കുട്ടിക്കെതിരെയും അവർ പ്രതിഷേധിക്കുന്നുണ്ട്. ഓരോരുത്തർക്കെതിരെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കുറെ കാര്യങ്ങളും രാജ്യ താല്പര്യങ്ങൾക്കെതിരെയാണെന്നുള്ളൊരു വിമർശനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് സർക്കാരും രാജ്യവും എന്താ പറയുക, നമ്മൾ സർക്കാരിനെതിരെ വിമർശിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറയുന്ന ഒരു നടപടി അത് ശരിയാണെന്ന് തോന്നുന്നു. ഒരിക്കലുമല്ല. അത് അവർ ഞങ്ങളെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിൽ എവിടെയാണ് രാജ്യദ്രോഹം ഉള്ളത്? സ്ത്രീകൾക്ക് 50% സംവരണം കൊടുക്കണമെന്ന് പറയുന്നത് രാജ്യദ്രോഹമാണോ? ഇവിടെയുള്ള കറപ്റ്റായിട്ടുള്ള ജഡ്ജിമാർ അല്ലെങ്കിൽ കറപ്റ്റായിട്ടുള്ള ലീഡേഴ്സിന് ഒരു 20 വർഷം എങ്കിലും അവർക്ക് മറ്റ് പ്രവർത്തനങ്ങളിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണോ? അല്ലെങ്കിൽ ഈ ഒരു വലിയ എക്സാം, ഒരു നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു വന്നു, വളരെ നിസ്സാരമായിട്ടാണ് പലരും കാണുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കുന്നത് രാജ്യദ്രോഹമാണോ? ഞങ്ങൾ പറയുന്നതിൽ എവിടെയാണ് രാജ്യദ്രോഹമുള്ളതെന്ന് അവർ പറയുന്നില്ല. ഇത് ഞങ്ങൾക്ക് പറയാൻ തന്നെ മടിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങളും ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ രാജ്യം ഇതുപോലെ പ്രതികരിക്കാനും ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ഈ രാജ്യം അടിത്തറയിട്ടിരിക്കുന്ന ജനാധിപത്യം എന്നുള്ള കാര്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈവൻ ഇന്ത്യ ഒരു പരമോന്നത അധികാരമായ ബ്രിട്ടീഷിൻ്റെ കീഴിലായിരുന്നപ്പോൾ പോലും ഇവിടെ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് ഇന്ത്യക്കാരൻ്റെ അവകാശമായപ്പോൾ ഇന്ത്യക്കാരന് പ്രതിഷേധിക്കാൻ അവകാശമില്ല എന്നുള്ളത് അത് എവിടത്തെ ന്യായമാണ്? എങ്ങനെയാണ് ഞങ്ങൾ രാജ്യദ്രോഹമാണ്? ഇപ്പോൾ നേപ്പാളിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും അതുപോലെ ബംഗ്ലാദേശിലൊക്കെ ഇതുപോലെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ, ജൻസി പ്രക്ഷോഭങ്ങളൊക്കെ വന്ന് അവിടുത്തെ അത്രയും കാലം നിലനിന്നിരുന്ന ഭരണകൂടത്തെ തന്നെ തകർത്തെറിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ സാക്ഷികളായിട്ടുണ്ട്. അപ്പം അത്തരം ഒരു വിപ്ലവമൊക്കെ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നടപ്പാക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ശരി, അക്രമ രാഷ്ട്രീയം ഏത് രാജ്യത്തിലായാലും ഏത് സംഘടനയുടെ പേരിലായാലും അത് ശരിയല്ല എന്ന് തന്നെ വാദിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ. ആശയങ്ങളിലൂടെ നേരിടുക എന്നുള്ള പറയും. ഇപ്പം ഈ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാനൊരു ആഡ് ഓൺ കാര്യം പറയുകയാണ്. ഈ കോക്രോച്ചുകൾ ഇന്നുണ്ടായതല്ല. ഞങ്ങൾക്കൊരു വളരെ എക്സാമ്പിളായിട്ടുള്ള ഒരാളുണ്ട്. ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്ന ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളാണ്. ഇതിനേക്കാളും വലിയൊരു എഡ്യൂക്കേഷൻ സ്കാം നടന്നത് ഇന്ത്യയിൽ വ്യാപം സ്കാമാണ്. അന്ന് വ്യാപം സ്കാമിനെ പുറത്തേക്ക് കൊണ്ടുവരികയും അതിനെ പറ്റിയിട്ട് ആളുകളോട് പറയുകയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ആജ് തക്കിലെ ആശിഷ് സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹം ആ ഇഷ്യൂവിന് ശേഷം മരണപ്പെടുകയുണ്ടായി. ഇത് ഇന്ത്യയിലെ ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. ഇത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ചിലപ്പോൾ നാളെ കൊല്ലപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപും ഞങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു CJP മൂവ്മെൻറ്റ് കൊണ്ടുവന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനുള്ള ഒരു ഗുണം, ഈ യുവാക്കൾക്കിടയിലുള്ള സംഭവങ്ങൾ അഡ്രസ്സ് അതിനപ്പുറം എന്തായിരിക്കും ഒരു മൂവ്മെന്റ് വരുന്നതിനുള്ളൊരു ഗുണം എന്തായിരിക്കും? ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ മീഡിയ പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പലരും പറയാതാവുന്നു. അതിന് വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയാസ് കൈകാര്യം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കുന്ന അദാനിയും അംബാനിയുമാണ്. അപ്പോൾ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ, അല്ലെങ്കിൽ BJPയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഈ നാഷണൽ മീഡിയ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അതിനെതിരെ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനെതിരെ, അവർ പറയാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അവർ ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഇതാണ് ഞങ്ങളുടെ പ്രഥമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം. ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ചോദ്യങ്ങൾ അവർ കേൾക്കും, അതിന് ഉത്തരങ്ങൾ ലഭിക്കും. കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇത് പൊതുവേ ഒരു ജൻസി തലമുറയുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ യുവാക്കളുടെ ശബ്ദം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിനെ എല്ലാവരും പൂക്കി CM എന്നാണ് പൊതുവെ വിളിക്കുന്നത്.
അപ്പം അങ്ങനെ ആ ഒരു ജെൻസി തലമുറയുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഈ ഒരു CJP ഈ പൂക്കി CM എന്നുള്ള ഒരു പ്രയോഗം VD സതീശന് എത്രമാത്രം യോജിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും? ഓക്കെ, അത് ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയാം. ഈ പൂക്കി CM എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് മീറ്റിൽ നിന്നാണ്. ആ പ്രസ് മീറ്റിൽ ആ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത്രയും കാലം കേരളത്തിലുള്ള ജനത കംപ്ലീറ്റ് ആയിട്ട് തെറി വിളിച്ചിട്ടുള്ള ഒരു ചാനലാണ്. ഒറ്റ ദിവസം കൊണ്ട് അവർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലായി. ഒരു മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസ് മീറ്റിൽ, ഫസ്റ്റ് പ്രസ് മീറ്റാണ്, അവിടെ വന്നിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ലേബലുള്ള ഒരു മാധ്യമമാണ്. എനിക്ക് തോന്നുന്നില്ല അത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണെന്ന്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു എന്ന് ഒരിക്കലും പറയുന്നില്ല. ആ ചിരിക്ക് പിന്നിൽ എന്തോ ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് VD സതീശൻ ചിരിച്ചാലും ശരി, പിണറായി വിജയൻ ചിരിച്ചാലും ശരി, മോദി ചിരിച്ചാലും ശരി, ഇതുപോലെ ഒരുപാട് ഡ്രാമകൾ ഞങ്ങൾ മോദിയിൽ നിന്നും കണ്ടു കഴിഞ്ഞു. ചിരിക്കുന്ന പ്രധാനമന്ത്രി, ഒരു കുട്ടി പടം വരച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അഡ്രസ്സ് ചോദിക്കുന്ന പ്രധാനമന്ത്രി, കോൺവോയ് പോകുമ്പോൾ ആംബുലൻസിന് സ്ഥലം കൊടുക്കുന്ന പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ള കുറേ കോമഡികൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞതുകൊണ്ട് അല്ലേ അത് ഡ്രാമ അല്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു സാമാന്യ ബോധമുള്ള ആൾക്ക് ഒരേ പാറ്റേൺ, അത് ഞാൻ ആക്ച്വലി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈവൻ എത്ര ബോർ പടമായാലും, ഇപ്പോൾ ഗോൽമാലൊക്കെയാണ് ഇത്രയും സീരീസ് വന്നിട്ടുള്ളത്, അല്ലാതൊരു സിനിമ പോലും വന്നിട്ടില്ല. ഇത് ഒരേ പാറ്റേണിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് ഒരേ കാര്യം ചെയ്യുമ്പോൾ പുള്ളിക്ക് നാണമില്ലേ എന്നൊക്കെ ഞങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ വി സ്റ്റിൽ റെസ്പെക്ട് അവർ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, നിങ്ങളൊരു നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് എന്തായിരിക്കും? ഇപ്പോൾ എന്തായാലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് നിൽക്കുന്നത്, അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരണം, ഞങ്ങളുടെ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം. ഇത് ജെൻസി തുടങ്ങി വെച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനൊന്നും ജെൻസിയിലുള്ള ഒരാളല്ല. പക്ഷേ ഇതിനകത്ത് പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും കോർഡിനേഷനോടെ ഇത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു സംഭവം എമർജ് ചെയ്തതും, എങ്ങനെയാണിത് എന്താ പറയുക, ഇത് യുവാക്കളുടെ ഒരു ശബ്ദം, ഈ ഒരു പ്രശ്നം എങ്ങനെ അത് നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം നമുക്കിപ്പം അതാ ഞാൻ ഈ ഇൻ്റർവ്യൂ കിട്ടിയതും ഞങ്ങൾക്കൊരു ഭാഗ്യമാണ്. കാരണം ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഇന്നൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. എല്ലാം അജണ്ടകൾ തീർത്ത ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അതെല്ലാം ഈ സോഷ്യൽ മീഡിയ ആവട്ടെ, മെയിൻ സ്ട്രീം മീഡിയ ആവട്ടെ, എല്ലാത്തിലും കുറേ അജണ്ടകളുമായിട്ടാണ് അവരിയ്ക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ശബ്ദം ഉയർത്താൻ പറ്റുന്നില്ല. ആ നിസ്സഹായ അവസ്ഥയിൽ നിന്നും ഞങ്ങൾ പാറ്റകളായിട്ട് മാറിയതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. പാറ്റകളെ തല വെട്ടിക്കളഞ്ഞാലും ഏതാണ്ട് 7 ദിവസത്തോളം ജീവനുണ്ടാവും. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് വേണമെങ്കിൽ ഒരു ഭീഷണിയായിട്ടെടുത്തോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആശയമായിട്ടെടുത്തോ, ഒരു പ്രതിഷേധമായിട്ടെടുത്തോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പാറ്റ വിപ്ലവം, നിങ്ങൾ തുടങ്ങി വെച്ച പാറ്റ വിപ്ലവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ ഒരുപാട് താങ്ക് യു.